الله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. സൂറത്ത് നൂറിൽ വളരെ പ്രധാനപ്പെട്ട അഹ്കാമുകളും ഉപദേശങ്ങളുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അടുത്ത ആയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹു തആലയുടെ ഭാഗത്തു നിന്നും മുഅ്മിനീങ്ങളായ ആളുകൾക്കും പ്രപഞ്ചത്തിനൊക്കെ ലഭിക്കുന്ന പ്രകാശത്തിനെ സംബന്ധിച്ചും അള്ളാഹു പറയാണ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവൻ, അവിടെ വെളിച്ചം പകരുന്നവൻ അള്ളാഹുവാണ്. അല്ലെങ്കിൽ അള്ളാഹു മുഖാന്തരമാണ് ആകാശത്തിനും ഭൂമിക്കും പ്രകാശം ലഭിക്കുന്നത്. പ്രകാശം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കും. ഒന്നീ പറഞ്ഞ പോലെ ശരിയായി നമ്മളീ കാണുന്ന വെളിച്ചം എന്നർത്ഥത്തിൽ. ഇനി നമ്മൾ ആശയത്തിനും പ്രകാശം എന്ന് പറയാറുണ്ട്. പ്രകാശപൂരിതമായ ഗ്രന്ഥം എന്നൊക്കെ ഖുർആനെ പറ്റിയിട്ട് കിതാബും നൂറുൻ എന്നൊക്കെ ഖുർആനിൽ ഉപയോഗിച്ചായിട്ട് കാണാം. അപ്പോൾ ഹൃദയത്തിൽ ലഭിക്കുന്ന വെളിച്ചവും എന്നും നമുക്കതിനർത്ഥം വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അള്ളാഹു തആല മുഖാന്തരമാണ്, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ കൂടിയിട്ടാണ് ആ ഒരു ആത്മീയമായ പ്രകാശം ലഭിക്കുന്നത്. ഇനി ആ പ്രകാശത്തിൻ്റെ ശക്തിയും തെളിച്ചവും ഒക്കെ അള്ളാഹു വിശദീകരിക്കുകയാണ്. മസലു നൂരിഹി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശത്തിൻ്റെ ഉപമ കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെയാണ്. വിളക്കുമാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മതിലിന് ഇപ്പോൾ ഒരു പൊത്ത് ചെറിയൊരു ദ്വാരം പോലെ ഉണ്ടാവും, അവിടെ അതിൻ്റെ ഉള്ളിൽ വിളക്ക് വെക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് വെളിച്ചം പോലെ ഇതിൻ്റെ ഇങ്ങോട്ട് മാത്രമേ വെളിച്ചം വരും. അതിനാണ് മിഷ്കാത്ത് എന്ന് പറയാം. വിളക്കുമാടം എന്ന് മലയാളത്തിൽ നമ്മൾ അർത്ഥം വെക്കും. ഫീഹ മിസ്ബാഹുൻ, ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ, ആ വിളക്ക് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു പളുങ്ക് പാത്രത്തിലാണ്. ആ പളുങ്കിലാണ് ആ വിളക്കിനെ ഒരാൾ വെച്ചിരിക്കുന്നത്. അസ്സുജാജത്തു, ആ പളുങ്ക് പാത്രമാണെങ്കിലോ കഅന്നഹ കൗകബുൻ ദുർരിയുൻ, അത് വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തിൻ്റെ ആവശ്യമുണ്ട്? എണ്ണൻ്റെ ആവശ്യമുണ്ട്. യൂഖദു മിൻ ഷജറത്തിൻ, ആ വിളക്കിനെ കത്തിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വൃക്ഷത്തിൽ നിന്നാണ്, അഥവാ ഒരു വൃക്ഷത്തിൻ്റെ എണ്ണയിൽ നിന്നുമാണ്. മുബാറക്കത്തിൻ, പരിശുദ്ധമാക്കപ്പെട്ടതായ ഒരു വൃക്ഷം. സൈത്തൂനത്തിൻ, അഥവാ സൈത്തൂൻ എന്ന് പറയുന്ന വൃക്ഷം. അപ്പം അതിൻ്റെ മഹത്തരമായ എണ്ണ കൊണ്ടാണ് ഈ തിരിയെ കത്തിക്കപ്പെട്ടിരിക്കുന്നത്. ലാ ഷർഖിയ്യത്തിൻ വലാ ഗർബിയ, ഈ സൈത്തൂൻ വൃക്ഷം സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അത് പൂർണ്ണമായി കിഴക്ക് വശത്തുമല്ല, പൂർണ്ണമായി പടിഞ്ഞാറ് വശത്തുമല്ല. അപ്പോൾ ഈ പൂർണ്ണമായ കിഴക്ക് വശത്തും പൂർണ്ണമായി പടിഞ്ഞാറ് വശത്തും അല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി സൂര്യപ്രകാശം ലഭിക്കുകയും അതിൻ്റെ വളർച്ച പൂർണ്ണതയിലെത്തുകയും അതുകൊണ്ട് കിട്ടേണ്ട പൂർണ്ണമായ പ്രയോജനം ലഭിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യകാദു സൈതുഹ യുളീഉ, ആ മറ്റേ സൈത്തൂനിൻ്റെ എണ്ണ അത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വലൗലം തംസസ്ഹു നാറുൻ, അതിന് തീ സ്പർശിച്ചിട്ടില്ല എങ്കിലും ശരി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കുറേ ലെയർ പ്രകാശത്തിൻ്റെ ഇങ്ങനെ വെച്ചതായി കാണാം. ഒന്നാമതായ പൊത്താണ്. ആ പൊത്തിൻ്റെ പ്രത്യേകത എന്താ? ആ പൊത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രകാശം നിൽക്കും, പിറകിലോട്ടേക്ക് പോകില്ല, ഫുള്ള് മുമ്പിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. രണ്ട്, ആ വിളക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ വിളക്ക് വെച്ചിരിക്കുന്നത് ഒരു പളുങ്ക് പാത്രത്തിലാണ്. അപ്പോൾ പാത്രത്തിൻ്റെ ഉള്ളിൽ, ഗ്ലാസിൻ്റെ ഉള്ളിൽ വിളക്ക് വെച്ചാൽ എന്ത് ചെയ്യും? ലൈറ്റ് അതിനുള്ളിൽ നന്നായി റിഫ്ലക്റ്റ് ചെയ്യും. ഇത് കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എണ്ണയാണെങ്കിൽ സൈത്തൂൻ വൃക്ഷത്തിലെ എണ്ണയാണ്. സൈത്തൂന് വലിയ പ്രത്യേകതയുണ്ട്. ചില ഹദീസുകളിലൊക്കെ പിന്നെ സൈത്തൂൻ അമ്പിയാക്കളുടെ വീടുകളിലുണ്ടായിരുന്നു എന്നും 70ഓളം അമ്പിയാക്കൾ സൈത്തൂൻ വൃക്ഷത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഖുർആനിൽ മുബാറക്കത്തിൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മുബാറക്കത്തിൻ സൈത്തൂനത്തിന്, ബറക്കത്ത് ചെയ്യപ്പെട്ടതായ വൃക്ഷം. അപ്പോൾ ആ പളുങ്ക് പാത്രത്തിലാണെങ്കിൽ സൈത്തൂനിൻ്റെ പിന്നെ ഒലീവിൻ്റെ ഓയിലുണ്ട്. ഈ ഒലീവ് വൃക്ഷമാണെങ്കിൽ ലാ ഷർഖിയ്യത്തിൻ വലാ ഗർബിയ, പൂർണ്ണമായ ഒരു കിഴക്ക് ദേശത്ത് നിൽക്കുന്ന ഒലീവ് വൃക്ഷമല്ല, പൂർണ്ണമായി പടിഞ്ഞാറ് ദിശയിൽ നിൽക്കുന്ന ഒലീവ് വൃക്ഷമല്ല. പൂർണ്ണമായി കിഴക്ക് ദിശയിലാകുമ്പോൾ സൂര്യപ്രകാശത്തും കൂടുതലായി ലഭിക്കുകയും അത് ചിലപ്പോൾ നശിച്ചു പോവുകയും ചെയ്യും. പൂർണ്ണമായി പടിഞ്ഞാറ് ദിശയിലാകുമ്പോൾ അതിന് സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറയുകയും അതിൻ്റെ വളർച്ചയിലും അതിൻ്റെ മാറ്റം ഉണ്ടാകും. അപ്പോൾ രണ്ടിൻ്റെയും നടുക്കുള്ള
ഒരു പൊസിഷനാണ് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രകാശം അള്ളാഹു പറയുന്നത് യക്കാദു സൈത്തുഹ യുളി ഒലൗലം തംസസുനാർ, അവിടെ തീ കത്തിയിട്ടില്ലെങ്കിലും പോലും എണ്ണൻ്റെ ജ്വാല കൊണ്ട് അവിടെ നമുക്കൊരു പ്രകാശമുള്ളതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി തീ കത്തിച്ചാലോ നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. ഒരു ഉപമാലങ്കാരമാണ് അള്ളാഹു താല ഈ പറയപ്പെട്ടതുപോലെ ഈ ആയത്തിൽ അള്ളാഹു താല വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, ദീനിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ, ഖുർആന്, ഹദീസ്, അള്ളാഹു നിബിധങ്ങൾ കൂടി പഠിപ്പിച്ചെന്ന ജീവിതം, ആ ജീവിതം ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ ഈ അർത്ഥത്തിൽ പ്രകാശത്തിന് മേൽ പ്രകാശമാണ് ഓരോ സത്യവിശ്വാസിക്കും ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഈ ആയത്തിന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യഷ, അള്ളാഹു താല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ്റെ ഈ പ്രകാശത്തിലേക്ക് വഴി നടത്തുന്നതാണ്. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അള്ളാഹു താല ഇങ്ങനെ മനുഷ്യർക്ക് ഉപമകളെ വിശദീകരിച്ചു കൊടുക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു താല എല്ലാ കാര്യങ്ങളെയും പറ്റിയും അറിവുള്ളവനും സർവജ്ഞനുമാണ് എന്ന് പടച്ചവനായ റബ്ബ് നമ്മളോട് പറയാൻ. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. ഫീ ബുയൂത്തിൻ, ചില പവിത്രമായ വീടുകൾ, ആ വീടുകളിൽ എങ്ങനെയുള്ള വീടുകളാണ്? അദിനല്ലാഹു അൻ തുർഫഅ, അതിനെ ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുത്തുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുവാനും ഓർക്കപ്പെടുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വീടുകൾ. അപ്പോൾ ഇതിനെ ചില മുഫസ്സിരിങ്ങൾ തൊട്ട് മുമ്പുള്ള ആയത്തുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീടുകളിലാണ് അള്ളാഹുവിൻ്റെ പ്രകാശമുള്ളത്, അങ്ങനെ അർത്ഥം വരും എൻ്റെ നഹ്വിയായ നിയമപ്രകാരം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതേതാണ് ആ വീട് എന്ന് പറയുന്നത്? അത് മസാജിദാണ്. ഫി ബുയൂത്തിന് അതിനല്ലാഹ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് പള്ളികളാണ്. ഹദീസുകളിൽ കാണാം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒരു നാട്ടിൽ ആ നാട്ടിലെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കുറവുള്ള സ്ഥലം അത് പിന്നെ അവിടുത്തെ സൂക്കുകൾ, അങ്ങാടികളാണ് എന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാം. രണ്ടാമതൊരർത്ഥം ഇങ്ങനെയുള്ള വീടുകളിൽ. അപ്പോൾ അള്ളാഹിൻ്റെ വീട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ രണ്ട് അടയാളമാണ് അവിടെ പറഞ്ഞത്. ഒന്ന് അതിനല്ലാഹു അൻ തുർഫ, അതിനെ ബഹുമാനിക്കപ്പെടണം, ഉയർത്തപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കപ്പെടണം. രണ്ട് വൈദ്കർ ഫീഹസ്മു, അവിടെ അള്ളാഹിൻ്റെ പേരായിരിക്കണം വേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ദിക്റുകൾ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹിനെ പറ്റിയുള്ള ചർച്ചകൾ, ഇതായിരിക്കണം ആ പള്ളികളിൽ ഉണ്ടാകേണ്ടത്. ആ വീടുകളിൽ യുസബ്ബിഹു ലഹു ഫീഹാ, ആ വീടുകളിൽ വെച്ച് തസ്ബീഹ് ചെയ്യും. ബിൽ ഗുദുവ്വി വൽ ആസാൽ, പ്രഭാത പ്രദോഷ സമയങ്ങളിൽ തസ്ബീഹ് ചെയ്യും. അപ്പോൾ അതിൽ നമസ്കാരം പെടും, അതല്ലാത്ത മറ്റ് ദിക്റുകൾ പെടും, ഖുർആൻ ഷരീഫിൻ്റെ തിലാവത്തുകൾ പെടും. ആരാണ് ഈ തസ്ബീഹുകൾ ചൊല്ലുന്നത്? റിജാലുൻ, ചില പുരുഷന്മാർ. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അള്ളാഹു പറഞ്ഞത് ഇവിടെ ആരാ ഉണ്ടാകുക? ആരാ കൂടുതൽ ഉണ്ടാകേണ്ടത്? പുരുഷന്മാർ. അപ്പോൾ ആണുങ്ങന്മാർ, പുരുഷന്മാർ അവരുടെ ആത്മീയ ഊർജം നേടിയെടുക്കേണ്ട സ്ഥലം എവിടെയാണ്? അവർക്കുള്ള പ്രകാശം എവിടെ വെച്ചിട്ടുണ്ട്? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് എവിടെ പോയി നമ്മൾ സപ്ലൈ ചെയ്യണം? നമ്മളെ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനിങ്ങനെയൊക്കെ ചില വിശദീകരണങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റിജാലുൻ, ചില പുരുഷന്മാരുണ്ട് അവിടെ. ലാ തുൽഹീഹിം തിജാറത്തുൻ, അവരെ കച്ചവടം മറപ്പിച്ച് കളയുകയില്ല. വലാ ബൈഉൻ, വിൽപ്പനയും മറപ്പിച്ച് കളയുകയില്ല. അൻ ദിക്രില്ലാഹി വ ഇഖാമിസ്സലാ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നൊന്നും അവരെ ഇതൊന്നും തടയൂല. യഖാഫൂന യൗമൻ, അവരൊരു വലിയ ദിവസത്തിനെ ഭയപ്പെടുകയാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, മനുഷ്യൻ്റെ ഹൃദയങ്ങളും കണ്ണുകളുമൊക്കെ മറഞ്ഞു പോകുന്നൊരു ദിവസം. ആ ദിവസത്തിനെ ഭയപ്പെട്ടുകൊണ്ട് പുരുഷന്മാരായ ആളുകൾ അവരെ കച്ചവടമോ മറ്റോ ഒന്നും തന്നെ തടസ്സപ്പെടുത്താതെ അവർ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുകയും ആ പള്ളിയിൽ നിന്ന് കിട്ടേണ്ട ഈമാനികമായ ഊർജം അവർ നേടിയെടുക്കുകയും ചെയ്യും. അല്ലേ, നമ്മൾ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെ ഹദീസ് പറയുമ്പോഴും അതിലൊരാളെ പറ്റി ആരാ പറഞ്ഞത്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ബന്ധം സ്ഥാപിക്കപ്പെട്ട ഒരു വ്യക്തി എന്നാണ്. അപ്പോൾ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കലിൽ കൂടി ഒന്ന് നമ്മളെ ജീവിതത്തിന് ചിട്ടുണ്ടാവും. 5 നേരം ഒരു കൃത്യസമയത്ത് നമ്മൾ വരല്ലേ. 1 2 സാമൂഹികമായ ബന്ധം ഉണ്ടായിത്തീരും മനുഷ്യന്മാർ തമ്മിൽ. 3
ജീവിതത്തിന് അനുസരണാശീലം എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അത് ആവശ്യമുള്ള ഗുണമാണ്. ആരെങ്കിലും ഒരാളെങ്കിലും അനുസരിക്കണം ഭൂമിയിൽ, മാനവരേക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പം ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായ ട്രെയിനിങ്ങാണ്. അനുസരിക്കേണ്ട ആളെ അനുസരിക്കണം. ഇമാം റുക്കൂയിൽ പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, എനിക്ക് സൗകര്യമില്ല, ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓതിയിട്ട് വരും. അപ്പോൾ ജമാഅത്തിൻ്റെ കൂലി ചിലപ്പോൾ നഷ്ടപ്പെടും. ഇമാം സുജൂദിൽ 3 കൂടുതൽ തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ നമ്മളവിടെ 3 കൂടുതൽ തസ്ബീഹ് ചൊല്ലണം. ഇമാം ഒന്നാമത്തെ അത്തഹിയാത്തിനെ ചൊല്ലിയില്ല എന്ന് വെച്ചാൽ, ഒന്നാമത്തെ അത്തഹിയാത്തിൽ അബുആദ് സുന്നത്തിൽപ്പെട്ടതല്ലേ, ചൊല്ലേണ്ടതാണ്. ഇമാം ചൊല്ലിയില്ല എന്ന് കരുതുക, ഇമാം 3ാമത്തെ റക്അത്തിലേക്ക് പോയി, എന്താ മൗമൂം വേണ്ടത്? ഇമാം ആടെ നിന്നിട്ട് ചൊല്ലാൻ പറ്റുമോ? അയാളും പോകണം. പിന്നെ പറ്റും എന്ത് ചെയ്യുക, ഇമാം പോയിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ബന്ധം കട്ട് ചെയ്തിട്ട് അയാൾക്ക് വേണമെങ്കിൽ നിസ്കാരം ഒറ്റയ്ക്ക് തുടരാം. പിന്നെ ജമാഅത്തിൻ്റെ കൂലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അനുസരണശീലം ഉണ്ടാകുന്നു, ക്ഷമയും സഹനതയും ഉണ്ടാകുന്നു. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. സഫിൽ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നു, ചിലപ്പോൾ നമുക്ക് അനിഷ്ടകരമായ ഗന്ധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ പല അർത്ഥത്തിലും സ്ഫുടീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലാഹു തആല പള്ളിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവസാന കാലഘട്ടമാകുമ്പോൾ മസാജിദുഹും ആമിറത്തുൻ, അവരെ പള്ളികൾ അമ്പരച്ചുംബികളായിരിക്കും, ഭയങ്കരമായ പള്ളികളായിരിക്കും, സൗകര്യങ്ങൾ കൊണ്ടും അതിൻ്റെ സ്ഥലവലിപ്പം കൊണ്ടും വലുതായിരിക്കും. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, ആ പള്ളിയിൽ ഹിദായത്തിൻ്റെ പണികളുണ്ടാവില്ല, ഹിദായത്തിൽ നിന്നും ഒഴിവായ പള്ളികളായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഒരു പേടിയും വേണം, ബോധം വേണം. നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് മര്യാദയ്ക്ക് ഇബാദത്ത് ചെയ്യാനും അവർക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിലാർക്കും തർക്കമൊന്നുമില്ല. അത് ഏറ്റവും സവാബ് കിട്ടുന്നതും നമുക്കതൊരു ജാരിയായ സ്വതക്കയുമാണ്. അതിന് പുറമെ ആ പള്ളി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഹിദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വേണം നമ്മൾ ഒരുക്കി വെക്കാൻ. അല്ലാതെ അപ്പുറത്തൊരു പള്ളിയുണ്ട് 10 കിലോമീറ്റർ അപ്പുറം, പിന്നെ അതിനേക്കാൾ വലിയൊരു പള്ളി നമുക്ക് വേണം. ഓരോ മിനാരത്തിനേക്കാൾ ഒരു 2 അടിയെങ്കിലും നമ്മളെന്ന് മിനാരം എന്ത് ചെയ്യണം, ഉയർന്നു നിൽക്കണം. അതിനേക്കാൾ കോടിക്കണക്കിന് രൂപേൻ്റെ ചിലവിൽ നമുക്ക് ആർച്ച് ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കേസല്ല. അസിൽ കാര്യം എന്ന് പറയുന്നത് ആ പള്ളിയിൽ നടക്കുന്ന ഹിദായത്തിൻ്റെ അമലുകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രകാശത്തിനെ ബന്ധിപ്പിച്ച് പറയുണ്ടായി. അള്ളാഹുക്ക് ആ പ്രകാശത്തിനെ തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ. തഹജ്ജുദ് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് നടന്നിട്ട് പോകുമ്പോൾ, പടച്ചോനെ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം തരണേ പടച്ചോനെ. അഫി ബസരി നൂറ, കണ്ണിൽ നീ പ്രകാശം തരണമേ. അഫി അൻ യമീനി നൂറ, വലതുവശത്ത് നീ പ്രകാശം തരണേ. വഅൻ ശിമാലി നൂറ, ഇടതുവശത്തും. വജഅൽനി നൂറ, എന്നെ തന്നെ നീ പ്രകാശമാക്കണേ. അപ്പോൾ ഈ നൂറ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നും കൽബിലാണ് കിട്ടേണ്ടത്. ആ കൽബിൽ നൂറ് കിട്ടിയാലാണ് ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക, സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ആ നൂറ് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഇരുട്ടിൽ നമ്മൾ തപ്പേണ്ടി വരും. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ ദുആ ചെയ്യണം. 2 പ്രകാശപൂരിതമായ അമലുകൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ ഈമാനിൻ്റെ പ്രകാശം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.